Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ എക്സാംസ് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് 3 ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സിൻ്റെ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് ആണ് ചെയ്യാനുള്ള. എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ. സോ ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് പാർട്ട് 1 ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന എസ് എ ചോദ്യങ്ങളും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 വെയിറ്റേജ് ചോദ്യങ്ങളും നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡോടും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയുടെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ പാർട്ട് ബിനെ പറ്റി പറയാനുള്ളത്, യൂഷ്വലി നമുക്ക് 3 മുതൽ 4 വരെ, ചില സമയത്ത് 3 തിയറി 4 പ്രോബ്ലം അല്ലെങ്കിൽ 4 തിയറി 3 പ്രോബ്ലംസ് ഇങ്ങനെ കണ്ടുവരാറുള്ളതാണ്. ബട്ട് ആദ്യമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇതുവരെയുള്ള ഇൻകം ടാക്സ് പേപ്പർ നോക്കുന്ന സമയത്ത്. M.Com തേർഡ് സെമസ്റ്റർ ഏറ്റവും ടഫസ്റ്റ് പേപ്പർ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ. കാരണം പാർട്ട് ബിയിൽ 6 പ്രോബ്ലംസും ഒരു തിയറിയാണ് ഇട്ടിരുന്നത്. സാധാരണ അങ്ങനെ വരാത്തതാണ്. സോ കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പർ കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ റിവ്യൂവിൽ മെൻഷൻ ചെയ്തതാണ് ഇതുവരെയുള്ളതിൽ ഏറ്റവും ടഫസ്റ്റ് പേപ്പർ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാവോ അതല്ല യൂഷ്വൽ പേപ്പർ തന്നെയാവോ എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, പാർട്ട് ബി കഴിഞ്ഞ പ്രാവശ്യം വളരെ ടഫായിരുന്നു. അതല്ലാണ്ട് യൂഷ്വലി വരാറ് 4 തിയറി അല്ലെങ്കിൽ 3 തിയറി ആ രീതിയിലൊക്കെ വരാറുണ്ട്. പിന്നെ പ്രോബ്ലം യൂഷ്വലി 4 തിയറി 3 പ്രോബ്ലമാണ് വരാറ്. സോ അതിൻ്റെ കേസിലോട്ട് പോകുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ള ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ പോകുന്നത്. മിക്ക പേപ്പറിലും പവേഴ്സ് ഓഫ് CBDT മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് വരാറുള്ള ഒരു ചോദ്യമാണ്. നിർബന്ധമായും പഠിക്കണം കേട്ടോ. തിയറിയിൽ എക്സ്പ്ലെയിൻ ദ പവേഴ്സ് ഓഫ് CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് നിർബന്ധമായും പഠിക്കണം. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി മിക്ക പേപ്പറിലും കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ്. അതിൻ്റെ ഒരു പ്രോബ്ലം ആവാം, അതല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സിൻ്റെ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ തിയറിയും ആവാം. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം സാധാരണ വരാറുള്ളതാണ്. അതും നിർബന്ധമായും പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറുള്ള മറ്റൊരു തിയറി ചോദ്യമാണ് ക്ലബിംഗ്. വാട്ട് ഈസ് ക്ലബിംഗ് ഓഫ് ഇൻകം. ക്ലബിംഗ് ഓഫ് ഇൻകത്തിൻ്റെ തിയറി, എസ്പെഷ്യലി അതിൻ്റെ കൂടെ എക്സ്പ്ലെയിൻ ദ സിറ്റുവേഷൻസ് in which provisions of clubbing of income are applicable. Okay, applicable. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് പിന്നെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു തിയറി ചോദ്യം അഗ്രിഗേഷൻ ഓഫ് ഇൻകം ഉണ്ട്. ഡീംഡ് ഇൻകം, അതും വേണമെങ്കിൽ ചോദിക്കാം. ഡീംഡ് ഇൻകം എന്താണ്? അതുപോലെ തന്നെ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്, അതിൻ്റെ തിയറി സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. സോ ഇതിലേതെങ്കിലും ഒരു തിയറി പലപ്പോഴും കണ്ടുവരാറുള്ളതാണ്. നോക്കി വയ്ക്കുക ഇതിൻ്റെയൊക്കെ ബേസിക് കൺസെപ്റ്റുകൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു തിയറി ചോദ്യമാണ് അസസ്മെൻറ്റിനെ പറ്റിയിട്ട്. ചില സമയത്ത് SAയ്ക്കും വരാറുള്ളതാണ്. വാട്ട് ഈസ് അസസ്മെൻറ്റ്?
ദെൻ അതിലേതെങ്കിലും ഒരു അസസ്മെൻറ്റ് ചിലപ്പോൾ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. അസസ്മെൻറ്റ് എന്താണ്, അതിലേതെങ്കിലും ഒരെണ്ണം. അത് ചിലപ്പോൾ 2, 3, 5 ഇത് ഏതെങ്കിലും ഒരു പാർട്ടിലെങ്കിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു തിയറി ചോദ്യം ചില സമയത്ത് ഡിഡക്ഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം ചില സമയത്ത് ഇടാറുണ്ട്. ഡിഡക്ഷൻ അണ്ടർസെക്ഷൻ 80 ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് 80C, അതുപോലെ തന്നെ 80IC ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 80G നോക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിഡക്ഷൻ ചില സമയത്ത് വരാറുണ്ട്. റിപ്പീറ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് അല്ല. ദെൻ നെക്സ്റ്റ് പ്രോബ്ലംസിൻ്റെ ഏരിയസിലോട്ട് പോകുമ്പോൾ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനും ആൻഡ് ടാക്സ് ലൈബിലിറ്റി എസ്ഐക്കും വരുന്നതാണ്. ടാക്സ് ലൈബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം മിക്കതിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എല്ലാ പേപ്പറിലും വരുന്നതാണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം. വളരെ ഈസിയാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് 5 ഹെഡ്സിലെ ഏതെങ്കിലും ഒരു പ്രോബ്ലം റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. അത് ഏതെങ്കിലും ഒരെണ്ണമാണ് വരിക. മേ ബി ഇൻകം ഫ്രം HP അതല്ലെങ്കിൽ ഇൻകം ഫ്രം സാലറിയോ. PGBP സാധാരണ SCക്കാണ് വരാറ്. എന്നാലും മാറി മാറി വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഇതിലേതെങ്കിലും ഒരു പ്രോബ്ലം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് PFന്റെ തിയറി. ടാക്സ് ട്രീറ്റ്മെന്റ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ട് നിർബന്ധമായും നോക്കണ്ട. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പ്രോബ്ലംസ് എന്ന് പറയുന്ന സമയത്ത് അതിൽ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ്റെ പ്രോബ്ലം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ടാക്സ് ലൈബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുക, AMT ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സിൻ്റെ പ്രോബ്ലം, ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം HP. ഇതാണ് സാധാരണ 3 വെയിറ്റേജിൻ്റെ കണ്ടുവരാറുള്ളത്. അപ്പോൾ നമുക്കൊരു 7 ചോദ്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് യൂഷ്വലി കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പർ വളരെ ടഫായിരുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പറിൽ പ്രോബ്ലംസ് വളരെയധികം കൂടുതലിട്ടു. യൂഷ്വലി വരാറുള്ളത് ഞാൻ പറഞ്ഞൊരു 3-4 തിയറി. അത് കൂടുതൽ വരുന്നത് ഈ പറഞ്ഞ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്, അതിൻ്റെ പവേഴ്സ്, AMTയുടെ തിയറിയോ പ്രോബ്ലോ, ക്ലബിംഗ് ഓഫ് ഇൻകം അതിനെ പറ്റിയിട്ടുള്ള തിയറി, ഡീംഡോ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസോ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അസസ്മെൻറ്റ്, ആക്സിലറേറ്റഡ് അതിലേതെങ്കിലും ഒരു ടൈപ്പ് ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് ഒരു എക്സാമ്പിൾ ഇട്ടിട്ടുണ്ട്. ഡിഡക്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണം. അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ, ടാക്സ് ലൈബിലിറ്റി, ഇതിനൊക്കെ പ്രോബ്ലംസ് മാറി ചിലപ്പോൾ സമയത്ത് ടോട്ടൽ ഇൻകം മാത്രമായിട്ടൊരു പ്രോബ്ലം, ടാക്സ് ലൈബിലിറ്റിയുടെ മറ്റൊരു പ്രോബ്ലം, ദെൻ HPയുടെ ഒരു പ്രോബ്ലം, സാലറി, PGBP ചിലപ്പോൾ വരാം. ദെൻ ഇതാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ പ്രോബ്ലംസ് എന്ന് പറയാൻ റിപ്പീറ്റായിട്ട് ഈ പറയുന്ന ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ, ടാക്സ് ലൈബിലിറ്റി, പിന്നെ ഹെഡ്സിൽ ഏതെങ്കിലും ഈ പറഞ്ഞതിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഓൾറെഡി പറഞ്ഞ തിയറി ചോദ്യങ്ങൾ, PFൻ്റെ തിയറി നോക്കാം കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങൾ. അപ്പോൾ ഞാൻ പറയുന്നു വലിയൊരു സബ്ജക്റ്റാണ്, എന്നാലും അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് നമ്മൾ നൽകിയിട്ടുള്ളത്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നല്ല രീതിയിൽ അത് ഫോളോ ചെയ്യുക, അതിൻ്റെ ബേസിൽ പഠിക്കാൻ ശ്രമിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.